ഈ പൈസ അത് നിങ്ങൾ അറിയേണ്ട ഇവിടുത്തെ ശശികണ്ഠൻ നടക്കരുതെന്നാണ്. ഈ 3 രൂപ സെസ് പിരിച്ചിട്ട് കേരളത്തിൽ ഞാൻ ഇന്ന് അന്വേഷിച്ച സമയത്ത് കേരളത്തിലെ പല മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷനിലും ആ പൈസ ഈ നമ്മൾ അടക്കുന്ന സെസ് വകമാറ്റി ചിലവാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉള്ള വലിയൊരു എമൗണ്ട് വകമാറ്റി ചിലവാക്കിയിട്ട് ഈ പൈസയൊന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല, ക്ഷേമനിധി ഫണ്ടിലേക്ക് പോകുന്നില്ല. അതായത് ഇപ്പോൾ ഉള്ള മുനിസിപ്പാലിറ്റി തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലുകൊണ്ട് ഈ പൈസ അവിടത്തേക്ക് വകമാറ്റി ചിലവായിപ്പോയി. അത് ശശികേട്ടനും ഈ ബാക്കി എല്ലാ ആൾക്കാരും അറിയേണ്ട ഒരു കാര്യമാണ്. അത് ശരി. രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങൾ അസം പറഞ്ഞല്ലോ എല്ലാത്തിനും ഞാനാ കാരണക്കാരെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഞാൻ എന്ന വ്യക്തി ഇല്ലാതെ എൻ്റെ തലമുറൻ്റെ നേതാക്കന്മാർ, ഞാൻ ഏറ്റവും ലാസ്റ്റുള്ള വ്യക്തിയാണ്, അവസാനത്തെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റുമാർ, മുൻ മറ്റേ അഡ്വൈസറി ചെയർമാൻമാർ, ഞാൻ ഉണ്ടെങ്കിൽ ഇവർ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ എൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും മലയാള സിനിമയിൽ തടസ്സം വേണ്ടത് ഞാൻ മാറിയിട്ട് എല്ലാവരും അയച്ചു കൊടുത്ത് എന്താണ് അവിടെ പറഞ്ഞത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിയോ? ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് ചേംബർ ഒരു മീറ്റിംഗ് വിളിച്ചു. ഇവർ പോയോ മീറ്റിങ്ങിന്? ചേംബർ ഇവർ നേരത്തെ മുതൽ നമ്മളവിടെ എത്തി. ഇവർ ആരും ആ മീറ്റിങ്ങിൽ പെടുന്നില്ല. ചേംബറിന്റെ മുമ്പിൽ ഈ സംസാരിക്കില്ല എന്ന് ഇവരെ നേതാക്കന്മാർ പറഞ്ഞത്. ഞാൻ ശശികണ്ഠനെ കുറ്റപ്പെടുന്നില്ല. ശശികണ്ഠൻ ഒരു അംഗം മാത്രമല്ല. ശശികണ്ഠൻ ഒരു ഭാഷയുടെ സിനിമയിൽ കുറെ നഷ്ടവും ലാഭം എല്ലാം കണ്ട വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ഒന്നും കുറ്റപ്പെടുന്നില്ല. ഇവിടെ ചേംബറിൽ പോയില്ല എന്ന് പറഞ്ഞു. ചേംബറിൽ ഇന്നലെ 4:30 മണിക്ക് മീറ്റിംഗ് വെച്ച് ആ പാവപ്പെട്ട ചോദിക്കുന്നത്. ഇപ്പം ചേംബർ പ്രസിഡന്റ് ഇപ്പം ലൈനിൽ വരുമല്ലോ, എന്താ സംഭവിച്ചെന്നുള്ളത്. ഇവിടെ അപ്പം ഞാൻ എല്ലാ കാരണക്കാർ എല്ലാത്തിനും എന്റെ പിടിവാശിയാന്ന്, ഞാൻ എന്റെ ഏകാധിപത്യാന്ന് പറഞ്ഞിട്ട് എന്താ ഇന്നലെ സംഭവിച്ചത്? തീർച്ചയായും ശ്രീ വിജയകുമാർ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജയകുമാർ, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഇങ്ങനെ അനന്തമായി നീളുന്നതിന്റെ കാരണം എന്താണ്? ഈ ചേംബറിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കുക എന്നതാണല്ലോ. സർക്കാരിനും ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വളർന്നിരിക്കുന്നു, നിങ്ങൾക്കും കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്? ഇത് സിനിമ ഒരു ബിസിനസ് നിലയിൽ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ സാമ്പത്തികമായ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ഉണ്ടല്ലോ, ഇഷ്യൂ ഷെയറിംഗ് ബേസിസിലെ പബ്ലിസിറ്റിയുടെ എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് സിനിമ ബിസിനസ്സിൽ ഉണ്ടാകുന്നതാണ്. മുമ്പ് ഉണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ അതാത് സമയത്ത് ടേബിളിലിരുന്ന് സംസാരിച്ച് തീർത്ത ഒരു ഇതാണ് നമ്മുടെ ഒരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. അന്നത്തെ പിന്നെ ഇതിന്റെ ലീഡർഷിപ്പ് ഇരുന്നവരൊക്കെ എല്ലാ പ്രോബ്ലംസും ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പൊ വന്ന ഒരു പ്രതിസന്ധിയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഫണ്ടമെന്റലി. അതായത് ഷെയറിങ്ങിനുള്ള ഒരു പാറ്റേണിന്റെ ഡിഫറൻസ്. അത് 10-13 വർഷം മുമ്പ് ഒരു ധാരണയാക്കിയത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടാകാം. പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർക്ക് കുറെ ഡിമാൻഡ്സുകളുണ്ട്, നമുക്കും കുറച്ച് പെർസെന്റേജിൽ കിട്ടാൻ വഴി ഇങ്ങനെയൊക്കെ ഉണ്ടാകണം, നമ്മുടെ ആഗ്രഹമുണ്ട്. എക്സിബിറ്റേഴ്സിന് അവരുടെ പ്രോബ്ലം ഉണ്ട്, അവരും ക്ലെയിം ചെയ്യുന്നു. ഇതിനെ സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പ് ആദ്യം ഫെഡറേഷന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി. ഒരു ഡിസിഷൻ എടുത്തിട്ട് അതങ്ങ് ഇമ്പോസ് ചെയ്തു. അതായത് മറ്റുള്ളവർ ഇതങ്ങ് ഒബേ ചെയ്യണമെന്നുള്ള രീതിയിൽ കൂടെ ഇപ്പൊ ഗവൺമെന്റ് ചിലപ്പം ഡിസിഷൻസ് ഇമ്പോസ് ചെയ്യും. പക്ഷെ നമ്മുടെ ഒരു ട്രേഡ് ബോഡിയിൽ ഈക്വലായിട്ടിരിക്കുന്ന അസോസിയേഷൻസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സോ ആ മിസ്റ്റേക്ക് ആദ്യം സംഭവിച്ചതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം. ഓക്കെ, ഇനി മിസ്റ്റേക്ക് സംഭവിച്ചെങ്കിലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. സോ ഫെഡറേഷൻ നമ്മുടെ ഫിലിം ചേംബർ എന്ന് പറഞ്ഞ ബോഡി, അതിനകത്ത് ഫെഡറേഷൻ ഉണ്ട്, എക്സിബിറ്റർ അസോസിയേഷൻ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. സോ അന്ന് മുതൽ ചേംബർ ഈ പ്രതിസന്ധി, ഈ ഇഷ്യൂ മാറ്റിയിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണണം. ഈ പെൻഡിങ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടൈം വേണം. ഒരു മീറ്റിംഗ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ള സജഷൻ വെക്കുകയും അത് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫെഡറേഷൻ സൈഡിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റില്ലെന്ന് അവരും, പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു അറേഞ്ച്മെന്റിൽ നിന്നും ഒരു പുതിയ അറേഞ്ച്മെന്റിലോട്ട്, അതും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് കുറച്ചിട്ട് പോകുന്നതിന് യാതൊരു കാരണവശാലും പറ്റില്ല എന്നുള്ളൊരു സത്യയോട് നിൽപ്പുണ്ട്. കാരണം ഈ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു പാറ്റേണിലാണ് അവരുടെ പ്രതീക്ഷ, അതിൽ നിന്ന് സഡനായിട്ട് മാറാൻ പറ്റും. ഇത് രണ്ടും ന്യായമാണ്. അപ്പോൾ ഒരു ഡിസ്കഷനിൽ കൂടി ടേബിളിൽ കൂടി തീർക്കണം എന്നുള്ള ആത്മാർത്ഥ ശ്രമം ചേംബർ 2-3 പ്രാവശ്യം നടത്തി. പക്ഷേ ഇതിനകത്ത് എന്റെ വ്യക്തിപരമായ ഇപ്പോഴത്തെ ഒരു തോന്നുന്നു വെച്ചാൽ മിനിസ്റ്റർ ഇടപെട്ടിട്ടും തീർന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസ്കഷനിലുള്ള ഇഷ്യൂ തീർക്കുന്നതിന് ചില ആൾക്കാർക്ക് താല്പര്യ കുറവുണ്ട്. അത് വ്യക്തിപരമാണോ, അത് പിന്നെ എന്തോ ഒരു എന്തെങ്കിലും ഇതിന്റെ പുറകിൽ ഒരു തീർച്ചയായും വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ലിബർട്ടി ബഷീർ. കാരണം വ്യക്തമാണ്
ആദ്യം നിങ്ങളൊരു തീരുമാനമെടുത്താണ് ഇവരെ അറിയിക്കുന്നത്. ആ തീരുമാനം എടുക്കുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമ എടുത്തു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ആ സിനിമയിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്ന വഴികൾ ഉണ്ട്. ആ വഴികളെല്ലാം അടച്ച് ഉള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇനി ഇതൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നതെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് സിനിമ എടുക്കുന്നവർക്ക് ഈ നിലയിലുള്ള വരുമാനമേ നമുക്കുണ്ടാവൂ എന്നുള്ള ഒരു കണക്കുകൂട്ടലിനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, നിങ്ങൾക്കൊരു സ്ഥിരം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഒരു സിനിമ എടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യപരീക്ഷണമാണ്. ആ ഭാഗ്യപരീക്ഷണത്തെയാണ് തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചത് എന്നതാണ് ഒരു പൊതുവികാരമായി ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ചേംബറിനും ആ ചിന്തയാണുള്ളത്, അതല്ലേ വ്യക്തമാവുന്നത്? ഒരു കാര്യം, സിനിമ ഞാനും 10-15 പടം എടുത്ത വ്യക്തിയാണ്. കുറേ 10-30 പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു ഭാഗ്യം തന്നെയാണ്, ഒരു ഭാഗ്യപരീക്ഷ തന്നെയാണ്. അത് ലാഭം കിട്ടുന്നോട്ട് ഒരു വിഭാഗം ഉണ്ടാവും, നഷ്ടം വരുന്നോട്ട് ഒരു വിഭാഗം ഉണ്ടാവും. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഇപ്പം ശശിയേട്ടൻ പറഞ്ഞ്, നമ്മുടെ ചേംബർ പ്രസിഡന്റ് പറഞ്ഞ്, നിങ്ങളും പറഞ്ഞ് പല പടങ്ങളും ഷൂട്ടിങ് തുടങ്ങൂലെന്ന്. ഇവിടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഷൂട്ടിങ് നടക്കുന്നത്. ഷൂട്ടിങ് ഇതുവരെ മുടങ്ങിയിട്ടില്ല, ഷൂട്ടിങ് മുടങ്ങിയില്ല. ആ വിഭാഗം ഇവരെ ഈ തമാമിലേക്ക്, ഈ കളിതാമാശക്കൊന്നും അവർ നിൽക്കില്ല. പ്രൊഡ്യൂസേഴ്സ് ഈ പടമെടുക്കുന്ന അമ്മയും ഫെഫ്റ്റിയൊന്നും ഇവർ ഈ തമാശ കളിക്കുന്ന നിൽക്കില്ല. ആ ഇവർ ഷൂട്ടിങ് നിർത്താൻ വേണ്ടി ആവുന്നെല്ലാം കളിച്ചു നോക്കി. ഷൂട്ടിങ് നിർത്തിയിട്ട് എല്ലാ ഭാഗത്തും ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഒരു തൊഴിലാളികൾക്ക് പണിയില്ലാതില്ല, ഒരു ആർട്ടിസ്റ്റ് ഫ്രീ ആയിട്ടില്ല, ഒരു ടെക്നീഷ്യന്മാർ ഫ്രീ ആയിട്ടില്ല. ഈ ഫ്രീ നഷ്ടപ്പെട്ടത് നമ്മൾ തിയേറ്ററിൻ്റെ ഭാഗത്തും ഈ 5-6 പടം എടുത്ത് പെൻഡിങ് വിട്ടിട്ടും നഷ്ടപ്പെടുന്നു. ഇവിടെ വേറെ ആർക്കും നഷ്ടപ്പെടുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അത് ഇവർ വിചാരിച്ചിട്ട് പടം നിർത്താനും പറ്റിയില്ല. എന്തെല്ലാം ശ്രമിച്ചു നോക്കി നിർത്താൻ പറ്റും. പിന്നെ ഇന്നത്തെ ഒരു കാര്യം ശശിയേട്ടൻ പറഞ്ഞ്, പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇതിൻ്റെ പിന്നിലില്ല എന്നല്ലേ. ഇന്നത്തെ റേഡിയോയെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഫെഡറേഷൻ മെമ്പേഴ്സിൻ്റെ തിയേറ്ററിൽ മാത്രം റേഡിയോയിലും സിനി എക്സ്പീരിയൻസ് അസോസിയേഷൻ ഇവരെ ബാല തൂങ്ങിക്കുന്ന ആൾക്കാരാണ്. ഒരു തിയേറ്ററിലും ഇന്ന് കയറിയില്ല അവർ. ഏതൊക്കെ ഒരു സിനി എക്സ്പീരിയൻസ് അസോസിയേഷൻ തിയേറ്റർ കയറിയെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്, ഇത് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. ഇവിടെ സിനി എക്സ്പീരിയൻസ് അസോസിയേഷൻ ഇവരുടെ ബാലാണ്, ഒരു കള്ളാസ് സംഘടനയാണ്. ഇവരെ ബാലായിട്ട് നിൽക്കുന്ന കൂട്ടരാണ്. അവർ ഏതെങ്കിലും തിയേറ്റർ റൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫെഡറേഷൻ്റെ എല്ലാം വൻകിട തിയേറ്റർ, മുത്തൂറ്റ് മണി, മറ്റേ ഇങ്ങനത്തെ തിരുവനന്തപുരത്തെ വൻകിട ആൾക്കാർ ഒരു പറ്റിക്കുന്ന പോയിട്ട് ഒരു ന്യായ ടിക്കറ്റ് വ്യത്യാസം വരുന്നില്ല അവരൊന്നും. അങ്ങനത്തെ വലിയ വലിയ വൻകിട ആൾക്കാരെ കരുതി വെച്ച് കാണിക്കാൻ വേണ്ടിട്ട് തൃശ്ശൂര് രാംദാസ് തിയേറ്റർ, പാലക്കാട് നന്ദന്റെ പ്രിയ തിയേറ്റർ, ഇവരെല്ലാം നമ്മൾ ജനിക്കുന്നതിന്റെ തിയേറ്ററിന്റെ നടക്കുന്നത് ശശികണ്ഠൻ തന്ന് രംഗത്തുണ്ടാവില്ല. അന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ തിയേറ്റേഴ്സ് ആണ്. രാംദാസിന്റെ ഫാദറിന്റെ എത്ര കൊല്ലം തിയേറ്റർ കൊണ്ടും സിനിമ പ്രൊഡ്യൂസറാണ്. സർക്കാരിനോട് ചോദിക്കാനുള്ളതാണ്, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, സർക്കാരിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. സർക്കാരാണ്, നമുക്കറിയാം. വിവേചന അധികാരത്തിൽ എനിക്ക് കളി നന്നായിട്ട് അറിയാം ശശിയേട്ടാ. ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നത് എനിക്ക് നന്നായിട്ട്. നമ്മൾ തിരിച്ച് കളിച്ചാൽ ശശിയേട്ടാ, നമ്മൾ തിരിച്ച് കളി അങ്ങോട്ട് കളിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക്. നിങ്ങളെ പറ്റി പറഞ്ഞതല്ല. ശ്രീ ലിബർട്ടി ബഷീർ, ഇത്തരത്തിലുള്ള ഈഗോ മാത്രമാണ് അടിസ്ഥാന പ്രശ്നം എന്നുള്ള തോന്നൽ. അത് ശ്രീ സെനാർസ് വിജയകുമാർ കൂടി പറഞ്ഞു. ഇത് പരിഹരിക്കേണ്ടതില്ല എന്ന തീരുമാനം ചില വ്യക്തികൾക്കുണ്ട് എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഇത് പരിഹരിക്കാൻ ഇപ്പോൾ പറയത്തക്ക കാരണങ്ങൾ ഒന്നുമില്ല. അത് തടസ്സപ്പെടാൻ പ്രത്യേകിച്ച് പറയത്തക്ക കാരണങ്ങളൊന്നുമില്ല. ചില വ്യക്തികൾക്ക് ഇത് പരിഹരിക്കേണ്ടതില്ല എന്ന താല്പര്യമുണ്ടോ എന്ന് തോന്നലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ് അദ്ദേഹവും പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കോ, നമുക്ക് ഏത് സമയത്ത് തീർക്കണമെന്നുള്ള. കാരണം 350 തിയേറ്ററുകളിലും അതിലെ തൊഴിലാളികളിലും ഈ എന്തെങ്കിലും വരിക ഫസ്റ്റിയായി പോകും. അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ദിവസം മുമ്പേ തീർക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന നമ്മൾ എൻ്റെ 5 തിയേറ്റർ കൂടിക്കിടക്കുകയാണ്. അപ്പൊ നമുക്കത് തീർക്കണമെന്ന് ആഗ്രഹിക്കാതില്ലേ? നിങ്ങൾ പറഞ്ഞാൽ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. നമ്മളതിൽ പെടുത്തണ്ട, ഫെഡറേഷൻ അതിൽ പെടുത്തണ്ട. ഏത് സമയത്തും എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ലെനിൻ രാജേന്ദ്രൻ കൂടി ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, സർക്കാർ മറ്റൊരു തരത്തിൽ ഈ വിഷയത്തിൽ കക്ഷി ചേരുന്നുണ്ടോ? ഇന്നത്തെ റെയ്ഡുകൾ അതിൻ്റെ സൂചനയാണോ? അല്ലല്ല, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കണക്കുകൾ സംബന്ധിച്ച് ഗവൺമെൻറ്റിലേക്ക് കിട്ടേണ്ടുന്ന പൈസയെക്കുറിച്ചിട്ടുള്ള, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അവിടെ ലഭിക്കേണ്ടുന്ന പൈസ, അതേപോലെ തന്നെ സെസ്സിലൂടെ ലഭിക്കേണ്ടുന്ന പൈസ കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുള്ള ചില പരാതികളും അതിന് കിട്ടിയിട്ടുള്ള ചില തെളിവുകളും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. അതല്ലാതെ കൊണ്ട് ഈ സമരത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ല. പക്ഷേ ഫെഡറേഷൻ സംശയിക്കുന്നത് ഈ പരാതികളെല്ലാം ഉയർന്നിരിക്കുന്നത് ഈ മറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എല്ലാം ഭാഗത്തു നിന്നാണ്. അവർ ആസൂത്രണം ചെയ്യുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നത് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്.
അല്ല, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എടുത്തു ചാടി പുറപ്പെടുന്ന സംവിധാനമല്ല ഇവിടെ ഉള്ളത്. മാത്രമല്ല, അങ്ങനെ ആരുടെയെങ്കിലും പിൻവാതിൽ വർത്തമാനങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്